Hi friends, welcome to my channel. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഷെഫ് പിള്ള സാറിൻ്റെ മാസ്റ്റർ പീസ് റെസിപ്പിയായ ഫിഷ് നിർവാണയാണ്. ഇത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബോൾ എടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കൂട്ട് വൃത്തിയായി കഴുകി വരഞ്ഞ് കരിമീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഈ റെസിപ്പിക്കായിട്ട് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. നെയ്മീനോ ആവോലിയോ എന്ത് ഫിഷ് വേണമെങ്കിലും ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു കരിമീനാണ്. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് കുക്ക് ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു കുഴിയുള്ള കടായിയോ ഒരു ചട്ടിയോ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു വാഴയില എടുത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഴയില എടുത്ത് അതിലേക്ക് ഒന്ന് ഒതുക്കി വയ്ക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നേരത്തെ മാറ്റി വെച്ച് മീൻ അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും നല്ല പുളിയുള്ള 1 ടേബിൾ സ്പൂൺ മാങ്ങയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു അരമുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുക. മീനിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ അളവും മാറും. മീൻ തേങ്ങാപ്പാലിലേക്ക് മുങ്ങിക്കിടക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. 15 മിനിറ്റിന് ശേഷം മൂടി ഓപ്പൺ ചെയ്ത് തുറക്കുമ്പോൾ വാടിയ വാഴയിലയുടെയും അതുപോലെ മാങ്ങയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പുളി എല്ലാം ഇറങ്ങി തേങ്ങാപ്പാൽ മീനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് അസാധ്യ ടേസ്റ്റാണ്. ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.